ഹലോ. ഹലോ. എന്താടോ? ഉം. എന്താ ഇപ്പോൾ വിളിച്ചിട്ടൊന്നും ഫോണൊന്നും എടുക്കാത്തെ? ഭയങ്കര ബിസിയാ? ബിസിയൊന്നല്ലടോ. പിന്നെ ബിസിയൊന്നല്ല. അല്ല, സാധാരണ ഇങ്ങോട്ടൊക്കെ ഇടയ്ക്കൊക്കെ ഒരു മിസ് കോളെങ്കിലും ഉള്ളതാണല്ലോ. ഇപ്പം അതൊന്നും കാണുന്നില്ല. ഞാൻ അതാ ഇന്നലെ മനഃപൂർവ്വം വിളിക്കുന്നത്. മനപ്പുറം വിളിക്കാണ്ടല്ലേ? ആന്നേ. അതുപോലെ തന്നെ ഞാൻ. പിന്നെ ഞാൻ വിചാരിച്ച പാവല്ലേ ഒന്ന് വിളിച്ച് നോക്കാം. എന്താ ഈ പിണങ്ങിയിരുന്നേ? പിണങ്ങൊന്നുമില്ലടോ. പിന്നെന്തേ വിളിക്കാതെ? എനിക്കേ എന്നോട് എത്ര പോലെ ഇഷ്ടമാ നോക്കിയതാ. ഞാൻ കരുതിനിപ്പോൾ വലിയ ആളായില്ലേ, അതുകൊണ്ട് ഇനി തിരക്കൊക്കെ ആയിരിക്കും. ഞാൻ വലിയ ആളായിണോ? ഞാൻ എപ്പോഴും ഒരു ചെറിയ കുട്ടിയല്ലേ. ഈയല്ലേ പറഞ്ഞത് ഞാൻ വലിയ ആളായിപ്പോൾ. വിചാരിച്ചിനിപ്പോൾ വലിയ ആളായപ്പോൾ എന്നെ മറന്നിട്ടുണ്ടാവും. ചിലപ്പോൾ തിരക്കുകൾ കൊണ്ട് മറന്നതായിരിക്കാം. അങ്ങനെ മറക്കുന്നേ? അല്ല, അറിയാൻ പറ്റത്തില്ല, മനുഷ്യനല്ലേ. മനുഷ്യനാണ്, മാറും മറക്കും വെറുക്കും. ആയിക്കോട്ടെ. എന്നിട്ട് ഇന്നലത്തെ തിരക്കെല്ലാം കഴിഞ്ഞോ? ഇന്നലത്തെ തിരക്ക് കഴിഞ്ഞു. ഞാൻ വിളിച്ചപ്പോഴേ കണ്ടു മെസ്സേജ്. ആംബിസി എന്ന് പറഞ്ഞിട്ട് 2-3 മെസ്സേജ് അയച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി തിരക്കായിരിക്കും, ഇനിയിപ്പോൾ വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന്. എനിക്കതൊരു വിഷമമൊക്കെ വന്നു. എന്തിന്? വിളിച്ചില്ലല്ലോ ഇന്നലെ. അതല്ല ഇത്ര നേരം പറഞ്ഞത്. ഞാൻ വിളിച്ചപ്പോൾ ആംബിസി എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചില്ലേ, പിന്നെ ഞാൻ എന്തിനാ പിന്നെ വിളിക്കാൻ നിൽക്കണേ? അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ബിസിയാന്ന് പറഞ്ഞില്ലേ. അതന്നെ കൊറേ ആലോചിച്ചപ്പോ എനിക്ക് വിഷമം വന്നു. അതിനെന്തിനാ വിഷമം വരുന്നേ? പിന്നെ തിരിച്ചു വിളിക്കാൻ നോക്കി, അപ്പൊ പിന്നെ നിങ്ങളെ വർക്കിന്റെ ടൈമല്ലേ. അതിന് വിഷമം വരാനൊന്നുമില്ല. സാഹചര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് പറയുന്ന കണക്കൊന്നും അല്ലല്ലോ. ഇന്നലെ തിരിയാൻ പോലെ സമയം കിട്ടിയില്ല. എന്ത് തിരക്കാണെന്നറിയോ? എനിക്കാണല്ലോ ലൈഫ്. ഇപ്പം മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറയുന്നത് സത്യമല്ലേ? നിങ്ങൾ പറയുന്നത് സത്യമാ? ആണ്. എനിക്കത് ബോധിച്ച്. ആ പറച്ചിലുകൊണ്ടല്ല എനിക്ക് ബോധിച്ചെൻ്റെ പൊന്നു മോളെ. കുറേ കാലമായി ഈ രീതിയിലുള്ള സംസാരം കേട്ടിട്ട്. സത്യം. കുറേ മുന്നെയൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. ഇങ്ങനെ ഒരു എന്താ പറയല, കുട്ടികൾ പറയണ കണക്ക്. പിന്നെ ഇന്ന് വരെ അങ്ങനെ കേട്ടിട്ടൊന്നുമല്ല. പക്ഷെ ഇപ്പം അത് വീണ്ടും കേട്ട്. മുന്നേ പറയത്തില്ല ഞാൻ ഭയങ്കര സുന്ദരിയാണ്. അത് തന്നെ. ഇതല്ലാതെ ഉണ്ട് ഇപ്പം ഈ മനസ്സിൽ. ഇതൊക്കെ പറയാൻ വേണ്ടിട്ടില്ലേ? എനിക്ക് പെട്ടെന്ന് ഇത് കേട്ടപ്പേ ഞാൻ വിചാരിച്ചു, പഠിച്ചവനെ ഇതൊന്നും മറന്നില്ലേ ഉള്ളു. അതെന്തോ ഒരബദ്ധത്തിൽ ഞാൻ എന്തോന്ന് പറഞ്ഞപ്പോൾ വീണു പോയതാ. അന്ന് തുടങ്ങിയത് അവിടുന്ന് അല്ലേ. ഇതുവരെ മറന്നിട്ടില്ല. അപ്പോൾ എല്ലാം ഇങ്ങനെ ഓർത്തിരിക്കട്ടെ. ഏതായാലും തിരക്കൊക്കെ കഴിഞ്ഞല്ലേ? ഞാനതുകൊണ്ട് ഫ്രീ ആയിട്ട് വിളിക്കാന്ന് വെച്ചതാ. ബാക്കി പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ പറയോ? ഒരു അത്യാവശ്യ കാര്യമുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം.